അടുത്തതായിട്ട് നമ്മുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൊമെൻറ്റിനോട് യെസ് പറയാനായിട്ട് പഠിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാത്ത് വേ ഉണ്ട് ലക്ഷ്യം സാധീകരിക്കാനായിട്ട്. ഞാനൊരു മദ്യപാനിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിൽക്കണം, ഇതാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ പെട്ടെന്ന് എത്തില്ല. കാരണം അയാളുടെ മനസ്സിൽ വേറെ കുറേ ചിന്തകളും കുറേ കാര്യങ്ങളുണ്ട്. അയാളുടെ ഒരു പാത്ത് വേ ഉണ്ട്, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നോ എന്തെങ്കിലുമൊക്കെ അയാളുടെ മനസ്സിലൊരു പാത്ത് വേ ഉണ്ട്. അപ്പോൾ ആ മൊമെൻറ്റിനോട് നമ്മൾ യെസ് പറഞ്ഞേ പറ്റൂ. അയാളുടെ മനസ്സിനോട് നമ്മൾ യെസ് പറഞ്ഞേ പറ്റൂ. എൻ്റെ പാത്ത് വേയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അതാണെങ്കിൽ തന്നെ, എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് അയാൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ വഴി സ്വീകരിക്കേണ്ടി വരും. എന്നിട്ട് അവസാനം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം. അപ്പോൾ അത് അംഗീകരിക്കണം നമ്മൾ. സേ യെസ് ടു ദ മൊമെൻറ്റ്. ആ മൊമെൻറ്റിനോട് യെസ് പറയണം നമ്മൾ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ എന്ത് പാത്താണ് എടുക്കാൻ ആഗ്രഹിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് ഈ മൊമെൻറ്റിനോട് യെസ് പറയാനായിട്ട് നമുക്ക് ശീലിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യം മാത്രമേ മൊമെൻ്റായിട്ട് നമ്മൾ എടുക്കുള്ളൂ. അയാളുടെ മനസ്സിലുള്ളത് മൊമെൻ്റായിട്ട് എടുക്കില്ല. അപ്പോൾ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റില്ല. അടുത്തത്, ഈ എൻകൗണ്ടർ കഴിയുമ്പോൾ നിനക്ക് എന്ത് കിട്ടും എന്ന് ഒരുപാട് വറിയിടാവരുത്. വറിയിടായപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടുന്നതിനെ പറ്റിയുള്ള വ്യാകുലതകൾ, ഇതൊക്കെ ശരിക്കും ഒരു ബന്ധം വളർത്തുന്നതിന് വലിയ തടസ്സങ്ങളുണ്ടാക്കും. നിങ്ങൾക്ക് ലക്ഷ്യം കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കുക. ഞങ്ങളൊരു ഉദാഹരണം പറയാറുണ്ട്. അതായത് ഈ ഞാണിന്മേൽ നടക്കുന്ന ആളുകളുണ്ടല്ലോ, കയറുമ്പോൾ നടക്കുന്ന ആളുകൾ, താഴെയുള്ള ആൾക്കാർ കൈയടിക്കുന്നതോ അവർ പ്രോത്സാഹിപ്പിക്കുന്നതോ പൈസ ഇടുന്നതോ ഒന്നും ഇവർ ശ്രദ്ധിക്കില്ല. ഇവർ ആ ഞാണിമൂടെ ഇങ്ങനെ നടന്നു പോകുള്ളൂ, ആ കയറുമൂടെ ഇങ്ങനെ നടന്നു പോകുള്ളൂ എന്ന് പറയുന്ന പോലെ, എന്തൊക്കെ ബാക്കി എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് വറിയിടാവാനായിട്ട് നമ്മൾ പോകരുത്. അത് കിട്ടും, കിട്ടിയില്ലെങ്കിൽ തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വരും ചിലപ്പം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വറിയിടാവരുത്. അടുത്തതായിട്ട്, മറ്റ് ആളുകളെയും ഈ ഒരു മൊമെൻറ്റിലേക്ക് നമ്മൾ ക്ഷണിക്കണം. നമ്മളെ കൂടെ അവിടെ പെരുമാറി അതിലേക്ക് അവരും എത്തും. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങി മറ്റുള്ളവരെ ഈ മൊമെൻറ്റിലേക്ക്. അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും ഒരു ചില ആൾക്കാർ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ടാവും. പതുക്കെ അത് കൂടി വരും. ചില ആൾക്കാർ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഉള്ള ഫീലിംഗ് അങ്ങോട്ട് പോകും. അപ്പോൾ നിൻ്റെ പ്രസൻസ് തന്നെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ പ്രസൻസ് തന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ളതിൽ നിന്ന് വിട്ട് നമ്മൾ എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നയിക്കുന്നതാകണം നിൻ്റെ പ്രസൻസ് തന്നെ. ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം, കാരണം നമുക്ക് സമയം ഏതാണ്ട് കഴിയും. പിന്നെ നമ്മുടെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ശ്രീകുമാർ പിള്ള സാറ്. അദ്ദേഹം ഞാൻ രോഗികളായിട്ട് ഇടപെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു സാധനത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെ ഒരു നമ്മൾ എന്നുള്ളൊരു ഫീല് കൊണ്ടുവരുന്ന ഒരു പ്രസൻസാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ്. അദ്ദേഹം പറയാറുണ്ട്, ഈ രോഗികൾ അവിടെ എന്നെ കാണാൻ കാത്തിരിക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ എന്തോരം കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടാവും അച്ചോ. അവരുടെ വിഷമം, ഇനി ക്യാൻസർ ഉണ്ടാവുമോ, വീണ്ടും വന്നിട്ടുണ്ടാവോ, മാറിയിട്ടുണ്ടാവോ, എങ്ങനെയാവും, പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അവർ വരണത്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ്. നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റും, നമുക്കിത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എന്ന് പറയുന്ന ഒരു വലിയ ഒരു അനുഭവത്തിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം മറ്റുള്ളവർക്ക് സമ്മാനിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇത് വലിയൊരു വിഷയമാണ്. പക്ഷേ എങ്കിലും നിങ്ങളുമായിട്ട് ഇത്രയും സമയം ചിലവഴിക്കാനായിട്ട്, വെർച്വലാണെങ്കിലും ഇങ്ങനെ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.